ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാട്ടെ. വീണ്ടും തിരുവചനമായി ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവം നല്ല കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ഹല്ലേലൂയ. നമുക്ക് സങ്കീർത്തനം 49 അധ്യായത്തിൻ്റെ 20 വാക്യം. മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനത്രേ. സ്വർഗീയ പിതാവേ, നല്ല വചനത്തിലായ സ്തോത്രം. തിരുവചനമായ ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവ കൃപയ്ക്കായ സ്തോത്രം. കർത്താവേ, നീ വചനത്തിൽ കൂടെ ഞങ്ങൾ സംസാരിക്കണമേ, ഇടപെടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമം തന്നെ ആമേൻ. സങ്കീർത്തനക്കാരൻ പറയുന്ന, മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനത്രേ. കർത്താവ് മനുഷ്യരെ സൃഷ്ടിക്കുമ്പോൾ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. കാരണം 6-ാമത്തെ ദിവസമാണ് ദൈവം നമ്മളെ സൃഷ്ടിക്കുക. കാരണം മനുഷ്യനെ ഏകനല്ല എന്ന് കണ്ടിട്ട് സ്വന്തം സ്വരൂപത്തിൽ സ്വന്തം ആകൃതിയിൽ മണ്ണുകൊണ്ട് ആദാമിനെ സൃഷ്ടിക്കുന്നു. അതിനുശേഷം ആദാം ഏകനായിരിക്കുന്നത് കണ്ടിട്ട് കർത്താവ് അവന് തുണയായി ഹവ്വയെ സൃഷ്ടിക്കുന്നത് കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അവൻ സൃഷ്ടിക്കുമ്പോൾ തന്നെ ദൈവം ആ ഏദൻ തോട്ടത്തെ കാത്തു പരിപാലിക്കേണ്ടതായ എല്ലാ കാലങ്ങളിലും ജ്ഞാനവും ദൈവം അവൻ്റെ മേൽ പകർന്നിരുന്നു, അവൻ്റെ മേൽ ശക്തി പകർന്നിരുന്നു. സ്വത്രം. കാരണം എല്ലാത്തിനും പേരിട്ട് ഹല്ലേലൂയ വിളിച്ച് വേർതിരിക്കുന്ന ഓരോ മൃഗങ്ങൾക്ക് അതുങ്ങളുടെ പേരുകളെ ഇട്ട് അവയെല്ലാം കാത്തു പരിപാലിപ്പാനുള്ള ഒരു അധികാരം നമുക്ക് കാണുന്നുണ്ട്. ഹല്ലേലൂയ. ദൈവം ആദാമിനും ഹവ്വയ്ക്കും കൊടുത്തിരുന്നു എന്ന്. സ്തോത്രം. അപ്പോൾ ആ മനുഷ്യൻ വിവേകഹീനനായി, കാരണം പാവം അവൻ്റെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ അവനിലുള്ള തേജസ് നഷ്ടമായി തീരുവാനിടയായിത്തീർന്നു. ആ നഷ്ടം നിത്യമായ നഷ്ടമായിരുന്നു. അവനെ ഏതേൻ തോട്ടത്തിൽ നിന്നെ പുറത്താക്കി ശാപഗ്രസ്തനായി തീർന്നു. ഏക മനുഷ്യനായി പാവത്താൽ മരണവും ലോകത്തിൽ വന്നു എന്നാണ് കർത്താവിൻ്റെ വചനം പറയുന്നത്. സ്തോത്രം. അപ്പോൾ ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന് പറഞ്ഞ മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായി. കാരണം ദൈവം പറഞ്ഞ ആ വാക്ക് പരിശുദ്ധാത്മാവ് അവരോട് തിന്നരുതെന്ന് പറഞ്ഞ് തിന്നു കഴിഞ്ഞപ്പോൾ അവന് മേൽ പാവം വരുവാൻ. പാവം വന്നപ്പോൾ അവൻ എന്തായിത്തീർന്നു? അവൻ ബലഹീനനായി തീരുവാനിടയായിത്തീർന്നത്. സ്തോത്രം. അപ്പോൾ ഇപ്പോൾ നാം ലോകത്തിൽ കാണുന്നത്, സ്തോത്രം, വിവേകഹീനനായ മനുഷ്യൻ കാട്ടിക്കൂടുന്നതായ ഓരോ അവിവേകതരങ്ങളാണ് കാണുന്നത്. സ്തോത്രം. മക്കളെ കൊല്ലുന്നു, കൊലപാതകം, മറ്റ് പല പാവപ്രവർത്തികൾ. അതാണ് ഈ കർത്താവിൻ്റെ വചനത്തിൽ പറയുന്നത്. മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനാണ്. കാരണം മൃഗങ്ങൾക്ക് അതുങ്ങളുടെ മാതാവ് ഏതാണെന്നോ പിതാവ് ഹല്ലേലൂയ ഉള്ള വേർതിരിവ് ഉണ്ടെങ്കിൽ തന്നെയും ഹല്ലേലൂയ മറ്റ് ചില കാര്യങ്ങൾ നമുക്ക് കാണുമ്പോൾ ഹല്ലേലൂയ ബുദ്ധിയില്ലാത്ത പ്രവൃത്തിയൊക്കെ ചെയ്യുന്നത് കാണാൻ സാധിക്കും. എന്നാൽ മൃഗത്തിന് ആ ബുദ്ധിഹീനത ഇല്ലാത്തതിൽ നിന്ന് വ്യത്യസ്തരാക്കിയാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചത്. നമ്മളെ ബുദ്ധിയുള്ളവരും ജ്ഞാനികളും പരിജ്ഞാനമുള്ളവരും വിവേകമുള്ളവരാക്കിയാണ് ദൈവം നമ്മെ സൃഷ്ടിക്കാനിടയായി തീർന്നത്. എന്നാൽ കർത്താവിൻ്റെ വചനത്തിൽ പറയുകയാണ്, ഹല്ലേലൂയ, മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകം, അതായത് ദൈവിക ജ്ഞാനം നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ, ദൈവത്തിൻ്റെ വിവേകം നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ ഒരു ചത്തുപോകുന്ന ഒരു മൃഗത്തിന് സമമായി നാം തീരുന്നു എന്നാണ് കർത്താവിൻ്റെ വചനം പറയുന്നത്. സ്തോത്രം. പിന്നെ അവൻ്റെ ബുദ്ധി അബലമായി പോവുകയാണ്. ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ ജ്ഞാനം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വിവേകം അത് നഷ്ടമാകുമ്പോൾ, ആ ദൈവ തേജസ് നഷ്ടമാകുമ്പോൾ ഹല്ലേലൂയ മൃഗം എന്തൊക്കെ ചെയ്യുന്നു അതൊക്കെയും ബോധമില്ലാതെ മനുഷ്യരും പ്രവർത്തിക്കുന്നതായിട്ടാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ നാം കാണുവാനിടയായിത്തീർന്നത്. ആകയാൽ പ്രിയ ദൈവമക്കളെ, നാം ഈ കാലഘട്ടത്തിൽ വളരെ ശ്രദ്ധാലുക്കളും വളരെ പരിജ്ഞാനവും വളരെ സുബോധവും ബുദ്ധിപൂർവ്വമുള്ളവരായി തീരുവാൻ കർത്താവിൻ്റെ വചനം നമ്മളെ പ്രബോധിപ്പിക്കുക. സ്തോത്രം. എന്താ? നാം ഒരിക്കലും നശിച്ചു പോകുന്ന ഒരു മൃഗത്തിന് നാം തുല്യരായി തീരരുതെന്ന് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. സ്തോത്രം. ഏറ്റവും മ്ലേച്ഛമായ ഒരു അധംപതനം നമ്മൾ ജീവിതത്തിൽ സംഭവിക്കരുതെന്ന് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് കർത്താവിൻ്റെ വചനം പറയുന്നത്, ഹല്ലേലൂയ, മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകം. എത്ര ജ്ഞാനമുണ്ടെങ്കിലും എത്ര ഹൈ പൊസിഷനിൽ ഇരുന്നാലും അവൻ്റെ വിവേകം നഷ്ടപ്പെട്ടു പോയാൽ, ആ ദൈവജ്ഞാനം നഷ്ടപ്പോയാൽ ഒന്നുമില്ല, വെറും സീറയാണ്. സ്തോത്രം. അപ്പോൾ അങ്ങനെ നാം അധംപതിച്ച് പോകരുത് എന്ന് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ಹಾಗೆ പ്രിയ മക്കളെ, ദൈവമക്കളെ, ഹല്ലേലൂയ, നാം ഓരോരുത്തരും കർത്താവ് നമ്മെക്കുറിച്ച് എന്താണ് ആഗ്രഹിക്കുന്നത്? കർത്താവ് നമ്മൾ സൃഷ്ടിച്ചപ്പോൾ തന്നെ ദൈവത്തിൻ്റെ സ്വരൂപത്തിലും ദൈവത്തിൻ്റെ തേജസ്സിലും ദൈവം നമ്മൾ സൃഷ്ടിച്ചപ്പോൾ കർത്താവ് ഒന്ന് ആഗ്രഹിക്കുന്നതിൽ അവനിലുള്ളൊരു രൂപം, അവനുള്ള സ്വഭാവം നമ്മളിൽ കാണണം.
നാം ക്രിസ്തുവിൻ്റെ പത്രങ്ങളായി തീരണം എന്നാണ് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് പിതാവിൽ എന്തെല്ലാം സ്വഭാവ ഗുണങ്ങളുണ്ടോ അത് തന്നെ നമ്മളിലും പ്രതിഫലിക്കണം എന്ന് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഈ നാളുകളിൽ നാം വിവേകഹീനരായി തീരാതെ ദൈവത്തിൻ്റെ ഇഷ്ടത്തിലും ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിലും വിവേകത്തിലും സുബോധത്തിലും ആയിത്തീരുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും ഒരുക്കട്ടെ. ദൈവത്തിൻ്റെ പരിജ്ഞാനം വിവേകം നമുക്ക് പ്രാപിപ്പാൻ ഈ നാളുകളിൽ കർത്താവ് കേവലം മനുഷ്യരോ മൃഗത്തിലേക്ക് പോലെ നശിച്ചു പോകാനല്ല, എങ്ങനെയായി തീരുവാനല്ല. കർത്താവിൽ ആരംഭിച്ചെങ്കിൽ അത് പരിശുദ്ധാത്മാ കർത്താവിൽ നാം ആരംഭിച്ച പ്രവൃത്തിയിൽ അത് കർത്താവിൽ തന്നെ അവസാനിപ്പാൻ ഇടയായിത്തീരട്ടെ. ആത്മാവിൽ ആരംഭിച്ചിട്ട് ജഡത്തിൽ അവസാനിപ്പിക്കാനല്ല കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. പ്രിയജനമേ, ആത്മാവിൽ ആരംഭിച്ചുവെങ്കിൽ അത് ആത്മാവിൽ തന്നെ ജഡത്തിൽ ആരംഭിച്ചു അവസാനിപ്പിക്കുന്നത് ആത്മാവിലായിരിക്കണം. ഒരിക്കലും ആത്മാവിൽ ആരംഭിച്ചത് അത് ജഡത്തിൽ അവസാനിപ്പാൻ ഇടയായിത്തീരരുത്. സ്വന്തം ദൈവം നമ്മളെക്കുറിച്ച് അതാണ് ആഗ്രഹിക്കുന്നത്. ദൈവത്തിൻ്റെ സൽപ്രവർത്തികൾ നമ്മൾ തികയ്ക്കുവാൻ ദൈവം നമ്മളെ വിളിച്ച ആ പ്രവർത്തിക്ക് യോഗ്യമാവണ്ണം നമ്മൾ അവസാനത്തിലേക്ക് എത്തുവാൻ സ്വർഗം നമ്മളെക്കുറിച്ച് സഹായിക്കും. നല്ലവനും വിശ്വസനുമായ ദാസനെ എന്നുള്ള വിളിക്ക് യോഗ്യരായി ദൈവം നമ്മളെ തീർക്കട്ടെ. അതിനായി ദൈവം നമ്മളെ ഈ വചനങ്ങൾ ദൈവം അനുഗ്രഹിക്കട്ടെ. നശിച്ചു പോകുന്ന മനുഷ്യന് മൃഗത്തിന് തുല്യമല്ല ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. തൻ്റെ ജ്യോതിസുകളായി പ്രയോജനപ്പെടുവാൻ സ്വർഗം നമ്മളെ ഓരോരുത്തരെയും ഉപയോഗിക്കട്ടെ. ആ ദൈവിക ജ്ഞാനം, ദൈവത്തിനുള്ള പക്വതയും പരിജ്ഞാനം വിവേകവും ദൈവിക ജ്ഞാനം പ്രാപിപ്പാൻ അതിനൊത്തവണ്ണം ജീവിപ്പാൻ നമ്മളെ ഓരോരുത്തരെയും ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനങ്ങൾ ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.